സിരിടേന്ദ്രരുന്നു. ഏറെ കൊട്ടിഘോഷിച്ച് കൊച്ചിയിൽ ആചരിച്ച ബസ് ഡേ മുടങ്ങിയിട്ട് 2 മാസമാകുന്നു. VIP-കളുടെയും സിനിമാ താരങ്ങളുടെയും സാന്നിധ്യത്തോടെ തുടങ്ങിയ ബസ് ഡേ പിന്നീട് വെറും തട്ടിക്കൂട്ട് പരിപാടിയായി മാറുകയായിരുന്നു. പൊതുഗതാഗത സംവിധാനത്തിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്നതിനായി കഴിഞ്ഞ ഡിസംബർ 18-നാണ് കൊച്ചിയിൽ ആദ്യമായി ബസ് ഡേ സംഘടിപ്പിച്ചത്. സിനിമാ താരങ്ങളും VIP-കളും അന്ന് ബസ്സിൽ യാത്ര ചെയ്തത് ഏറെ ശ്രദ്ധേയമായിരുന്നു. എന്നാൽ പിന്നീട് 6 മാസങ്ങൾക്ക് ശേഷമാണ് കൊച്ചിയിൽ വീണ്ടും ബസ് ഡേ സംഘടിപ്പിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു ഇടക്കാലത്ത് ബസ് ഡേക്ക് തടസ്സമായത്. മെയ് 31-നാണ് വീണ്ടും ബസ് ഡേ സംഘടിപ്പിച്ചത്. തുടർന്ന് 3 മാസം മൂന്നാമത്തെ ബുധനാഴ്ച കൊച്ചിയിൽ ബസ് ഡേ സംഘടിപ്പിച്ചു. എന്നാൽ കഴിഞ്ഞ മാസം ബസ് ഡേ മുടങ്ങി. ഈ മാസവും ബസ് ഡേ നടക്കുമോ എന്ന കാര്യത്തിൽ ആർക്കും ഉറപ്പില്ല. കൊച്ചിയിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ബസ് ഡേ നടത്തിയത്. അപ്പോൾ 5 ബസ് ഡേ വളരെ വിജയകരമായിട്ട് നടത്തി. അപ്പോൾ ഒന്ന് ഇലക്ഷൻ വന്നതോടുകൂടി ആ ഒരു ഗ്യാപ്പിൽ അത് നിന്നിരുന്നു. പിന്നീട് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് അത് നിന്നത്. അതായത് ഓണം വന്നതോടുകൂടി സിറ്റിയിലെ മുഴുവൻ ഒരു രീതി മാറുന്ന അവസ്ഥയുണ്ടായി. കാരണം തിരക്കുകൾ വന്നു, അങ്ങനെയുള്ളൊരവസ്ഥ വന്നു. അങ്ങനെ ഒരവസ്ഥയിലാണ് ശരിക്കും അത് നിന്നുപോയത്. വൈറ്റില മൊബിലിറ്റി ഹബ്ബ് പ്രവർത്തന സജ്ജമായതോടെ നഗരത്തിലെ ബസ് സർവീസുകളുടെ കാര്യത്തിൽ ഏറെ മാറ്റം വന്നിട്ടുണ്ട്. ദീർഘദൂര ബസ്സുകൾ നഗരത്തിൽ പ്രവേശിക്കുന്നില്ല. നോർത്ത് മേൽപ്പാലം പൊളിക്കുന്നതോടെ നഗരത്തിലെ യാത്രാ ദുരിതം ഏറെ കൂടാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ പൊതുഗതാഗത സംവിധാനത്തിലേക്ക് ജനങ്ങളെ ആകർഷിക്കുവാനുള്ള പദ്ധതികൾ വീണ്ടും സജീവമാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ബസ് ഡേ എന്നുള്ളത് നമ്മൾ സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്നത് ആദ്യം ഒരു പഞ്ച് കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. എല്ലാ മാസവും സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്ന് ബസ് ഡേ നമുക്ക് നടത്താൻ പറ്റത്തില്ല. ശരിക്കും ഇത് ചെയ്യേണ്ടത് ബസ് ഡേ ശരിക്കും ജനങ്ങളെ ഏറ്റെടുക്കുകയാണ് വേണ്ടത്. എനിക്ക് പറയാനുള്ളത് സെലിബ്രിറ്റീസ് ഒന്നുമില്ലാതെ ആളുകൾ കൂടുതൽ സ്വയം തീരുമാനിക്കണം. പ്രൈവറ്റ് വാഹനങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് കൂടുതലും ബസ്സുകൾ സഞ്ചരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു ഘട്ടം ഘട്ടമായൊരു മാറ്റമാണ് വേണ്ടത്. സെലിബ്രിറ്റീസ് വരുന്നത് ഒരു അട്രാക്ഷൻ എന്നുള്ള നിലയിൽ മാത്രം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.